അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹാസിബു ഖബല അൻ തുഹാസബു, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ ഹിസാബ് ചെയ്യുക, നിങ്ങളെ ഹിസാബ് ചെയ്യപ്പെടുന്നൊരു ദിവസം നിങ്ങളിലേക്ക് വരാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അള്ളാഹു നമ്മെ ഹിസാബ് ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമ്മളിലേക്ക് വരാനുണ്ട്. ആ ദിവസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നാം സ്വയം ഒന്ന് ഹിസാബ് ചെയ്യുക. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ സ്വയം ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളുമായുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നതാണ്, ഖു അൻഫുസകും വഅഹ്ലീകുൻ നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വ്യക്തമായ ഒരു ആയത്താണ് ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന്. തീർച്ചയായും നാം നമ്മുടെ ശരീരത്തെ നരകത്തുനിന്ന് സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെയും, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇവരുടെ ഒക്കെ ശരീരങ്ങളെ നരകത്ത് സൂക്ഷിക്കുക എന്നുള്ള ബാധ്യത നമുക്കുള്ളതാണ്. അവിടെയാണ് നാം ശ്രദ്ധ പുലർത്തേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.